എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ഇപ്പോൾ ഹൊക്കാഗയുടെ മാൻഷനായിരിക്കും കാണിക്കുക. ഷിക്കഡയും നറൂട്ടോയും അവർ രണ്ടുപേരും ഡെങ്കയെ അടുത്തേക്ക് വിളിക്കും. ഷിക്കമരുവാണെങ്കിൽ ഡെങ്കയോട് പറയും, നിന്റെ ടീമിന് ഒരു വലിയ മിഷൻ, ബി റാങ്ക് മിഷൻ ഞങ്ങളിപ്പോൾ അസൈൻ ചെയ്ത് തരാൻ പോവാണ്. 3 പപ്പടുകളെ വാട്ടറിലേക്ക് നിങ്ങൾ സേഫായി കൊണ്ടുപോകണം. റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട പപ്പടുകളാണ്, എല്ലാം ഓട്ടോമാറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പപ്പടുകളെ അടിച്ചു മാറ്റാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചേക്കാം. നിങ്ങൾ വളരെയധികം കെയർഫുള്ളായി ലാൻഡ് ഓഫ് വാട്ടറിൽ കൃത്യമായിട്ട് അത് ഡെലിവർ ചെയ്യണം. ഇതൊരു വലിയ മിഷനാണ്, സോ വളരെയധികം കെയർഫുൾ ആയിരിക്കണം എന്ന് പറയും. ഡെങ്കിക്കാണെങ്കിൽ അത് കേട്ടൊരു അല്പം ടെൻഷൻ തോന്നും. എങ്കിലും അവനാണെങ്കിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടെ അതിന് ഓക്കെ പറഞ്ഞ് കടന്നു പോകും. കട്ട് ചെയ്ത റെസ്റ്റോറൻറ്റിൽ ഇവാബിയാൻ ടീമും ഓപ്പോസിറ്റ് ടോൺ ടീമും. ഇവാബയാണെങ്കിൽ വളരെ സാഡായി എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതിന് ബൊറൂട്ടോ ചോദിക്കും, ഇവാബെ നിനക്ക് എന്തു പറ്റി? റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് മുതൽ നീ വളരെ ഡള്ളാണ്. അതിനവൻ പറയും, ഞങ്ങൾക്ക് വലിയ മിഷൻസ് ഒന്നും തന്നെ തരുന്നില്ല, കൂടിപ്പോയാൽ സി റാങ്ക് അല്ലെങ്കിൽ ഡി റാങ്ക്, ഇതിനപ്പുറത്തേക്ക് വലിയ റിസ്ക് ഉള്ള വലിയ വലിയ മിഷൻസ് അത് ഞങ്ങൾക്ക് മാത്രം അസൈൻ ചെയ്ത് തരുന്നില്ല. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. ആക്ച്വലി നിങ്ങൾ വീക്ക് ടീമാണ്, അതെല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ വലിയ മിഷൻസ് ഒന്നും കിട്ടാത്തത്. ഞങ്ങളാണ് ഏറ്റവും സ്മാർട്ടും പവർഫുള്ളായ ടീം. അതുകൊണ്ട് ഞങ്ങൾക്ക് റാങ്ക് ആൻഡ് ബി റാങ്ക് മാത്രമേ തരാറുള്ളൂ എന്ന് പറഞ്ഞ് ബൊറൂട്ടോ ഇവാബെ നോക്കി കളിയാക്കി ചിരിക്കും. ഇത് ഡെങ്കി ആണെങ്കിൽ അവിടേക്ക് ഓടി എത്തുകയാണ്. ഇവാബയും മെറ്റലിയും അവരാണെങ്കിൽ മിഷൻ അതെന്താണ്, ഡി ആണോ സി ആണോ ചോദിക്കും. അതിനവൻ പറയും, രണ്ടും അല്ല, ബി റാങ്ക് മിഷനാണ്. കേൾക്കേണ്ട താമസം ഇവാബയാൻ ടീമും അതുപോലെ തന്നെ ടീമും ഷോക്കാവും. ബൊറൂട്ടോ ടീമിനാണെങ്കിൽ ചെറിയ സന്തോഷമൊക്കെ തോന്നും. ഒരുപാട് നാളായി അവർക്ക് ഈ മിഷൻസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു മിഷൻ. അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് കട്ടാസ്കി ഡോക്ടറിന്റെ അടുത്തേക്ക് വരും. ആ മിഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് പറഞ്ഞു കൊടുക്കും. ഡോക്ടർ ആണെങ്കിൽ ആ പപ്പറ്റ്സുകളെ കാണിച്ചു കൊടുക്കും. നിങ്ങൾ ഈ പപ്പറ്റ്സുകളെ വാട്ടർ വില്ലേജിൽ സേഫായിട്ട് എത്തിക്കണം. അവിടെ എല്ലാവർക്കും പാറ അത് തകർക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. സോ ഈ ഒരു പപ്പട് സഹായത്താൽ അവർക്കത് ചെയ്യാൻ കഴിയും. ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായി നിങ്ങൾ അവിടെ എത്തിക്കണം. ഇത് ശരിക്കും വലിയ മിഷൻ തന്നെയാണ്. നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇതുമായിട്ട് പോകുമ്പോൾ. ഇതുമായി നിങ്ങൾ അവിടെ എത്തിയതിനു ശേഷം ഒരു ട്രയൽ റൺ അത് നടത്തണം. ശേഷം മാത്രമേ നിങ്ങൾ തിരികെ വരാൻ പാടുള്ളൂ. ഒരു സയന്റിഫിക് മിഷൻ ആയതുകൊണ്ടാണ് ഡെങ്കി ഞാൻ നിന്നെ തന്നെ ചൂസ് ചെയ്തത്. തീർച്ചയായിട്ടും നിനക്കിതിന്റെ ഡെമോ അത് ചെയ്യാനായിട്ട് കഴിയും. അതിന് 100 പേജുള്ള ഒരു ബുക്ക് അത് ഞാൻ നിനക്ക് തരാം. അതിന്റെ സഹായത്താൽ നിനക്ക് എല്ലാം പറ്റുമെന്ന് പറയും. ഡെങ്കി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. കൊണ്ട് പറ്റില്ല അത്രയും വലിയ ബുക്കൊക്കെ പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിന് ഡോക്ടർ ആണെങ്കിൽ അവനെ സമാധാനിപ്പിച്ച് അവന് അതിന്റെ ഡെമോ കാണിച്ചു കൊടുക്കും. ഡോക്ടർ ആണെങ്കിൽ അതിൻ്റെ ഒരു റിമോട്ട് കൺട്രോൾ ഇപ്പോൾ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഡെങ്കി ആണെങ്കിൽ ആ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതാണെങ്കിൽ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. കട്ടാസ്കി ഡോക്ടർ പറയും, ഒരുപാട് റിസർച്ചിന് ശേഷമാണ് ഞാനിത് കണ്ടുപിടിച്ചത്. ഓരോ റിസർച്ചിലും വലിയ വലിയ ഫെയിലിയേഴ്സ് എനിക്ക് നേരിടേണ്ടി വന്നു. ആ ഫെയിലിയേഴ്സിൽ നിന്നെല്ലാം ഓരോ ലെസൺസ് അത് ഞാൻ പുതുതായിട്ട് പഠിച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. എക്സാമിൽ ഞാൻ നിന്റെ പെർഫോമൻസ് നന്നായിട്ട് കണ്ടതാണ്. സോ ഇതുപോലുള്ള സയന്റിഫിക് നിഞ്ച ടൂൾ മിഷൻസ് ഒക്കെ നിനക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും നീ ഇത് കലക്കുമെന്ന് പറഞ്ഞ് ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുകയാണ്. അത് കേട്ട് ഡെങ്കിക്കും അവൻ്റെ കോൺഫിഡൻസ് കൂടും. അവനാണെങ്കിൽ ആ പപ്പടുകളെല്ലാം സ്മോൾ സൈസിലാക്കി ഒരു ബാഗിലിട്ട് അവിടുന്ന് കൊണ്ടുപോവാണ്. അവർ 3 പേര് ഹാപ്പി ആയിട്ട് ഇപ്പോൾ ഒരു ട്രെയിനിൽ അവരുടെ യാത്ര ആരംഭിക്കും. ഇവാബയ്ക്കും മെറ്റലിലേക്കും ഡെങ്കിക്കും ഭയങ്കര സന്തോഷം. കാരണം അവരുടെ ഷിനോബി ലൈഫിലെ ഏറ്റവും വലിയൊരു മിഷൻ അതുമായിട്ടാണ് അവരിപ്പോൾ പോകുന്നത്. ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം അവരിപ്പോൾ ഒരു കപ്പലിൽ കയറി യാത്ര തുടങ്ങും. കപ്പലിലുള്ളൊരു അപ്പാപ്പനാണെങ്കിൽ അവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. അതിന് ഇവാബ പറയും, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഗാഡ്ജറ്റ്സ് ഉണ്ട്, അത് ഞങ്ങൾ ലാൻഡ് ഓഫ് വാട്ടറിൽ എത്തിക്കാനാണ് ലീഫ് വില്ലേജിൽ നിന്ന് വന്നത്. ഡെങ്കിക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യം കൂടും. ഇതൊരു സീക്രട്ട് മിഷനാണ്, കാര്യം എല്ലാവരോടും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവന്റെ വാ അടയ്ക്കാനായിട്ട് പറയും. അങ്ങനെ ഒരുപാട് സമയങ്ങൾ അവർ ആ കപ്പലിൽ കഴിച്ചുകൂട്ടി ഒരു വിധത്തിൽ ആ ഐലാൻഡിൽ എത്തുകയാണ്. അവരാണെങ്കിൽ ഗാഡ്ജറ്റ്സും എല്ലാം ആയിട്ട് ഇപ്പോൾ ആ ഒരു ഐലാൻഡിലുള്ള ചീഫിന്റെ അടുത്തേക്ക് വരും. ചീഫ് പറയും, ഞാനാണ് ഇവിടുത്തെ ചീഫ്. ഈ ഒരു സ്പെഷ്യൽ മിഷനിൽ ഈ പപ്പറ്റ്സിനെ ഏറ്റുവാങ്ങാൻ ഞാനാണ് ഇവിടേക്ക് എത്തിയത്. ആണെങ്കിൽ അവരെ 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം ചീഫ് ആണെങ്കിൽ അവർക്ക് പോകാനുള്ള ഒരു മൗണ്ടെയിൻ അത് കാണിച്ചു കൊടുക്കുകയാണ്. 2 അസിസ്റ്റൻസ് അവരോടൊപ്പം ആ മല കയറാനായിട്ട് തുടങ്ങും. മെറ്റലിയും ഇവാബയും അവർ 2 പേരും ചക്ര പവർ ഉപയോഗിച്ച് അങ്ങനെ സിമ്പിളായിട്ട് കയറും. പക്ഷെ ഡെങ്കിക്കാണെങ്കിൽ ചക്ര പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അല്പദൂരം മൗണ്ടെയിൻ കയറുമ്പോൾ തന്നെ അവൻ അങ്ങനെ തളർന്ന് ഒരു ഭാഗത്തിരിക്കുകയാണ്. ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ കൊണ്ട് പറയും, ഓക്കെ കുഴപ്പമില്ല,
കുഴപ്പമില്ല, നിങ്ങളെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ബാഗ് അങ്ങനെ താങ്ങി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവൻ എത്രയൊക്കെ ബലം കൊടുത്തിട്ടും അത് അവിടുന്ന് ഒന്ന് അനക്കാൻ പോലും കഴിയില്ല. അവൻ ഷോക്കായി നമ്മുടെ ആൾക്കാരെ നോക്കും. സത്യത്തില് അതിനത്രയും വെയിറ്റ് ഉള്ള കാര്യം അതപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പൊ മുകളിൽ ആ മൗണ്ടൈൻ്റെ ഉച്ചയിലുള്ള ഒരു ഓഫീസിലേക്ക് വരികയാണ്. അതിനുശേഷം ഇവിടെയുള്ള ചീഫിനും എംപ്ലോയീസിനും നമ്മുടെ ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കും. അവർ പറയും, ഞങ്ങൾ ലീഫ് വില്ലേജിൽ നിന്ന് വരുന്നവരാണ്. ഈ പപ്പഡ്സിനെ അതിന് നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ആക്ച്വലി എത്ര ഷിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ വർക്ക് നടക്കണേ? അതിനവർ പറയും 2 ഷിഫ്റ്റ്, 2 മണിക്കൂറാണ് ഓരോ ഷിഫ്റ്റ് എന്നും പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ അവര് തുരങ്കത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുപോവാണ്. ആ ചീഫ് ആണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനോട് പറയും, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി നിങ്ങൾ ഇട്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ ഹെൽത്ത് അത് സ്പോയിലാക്കേണ്ട കാര്യമില്ല. ഹാർഡ് വർക്ക് അതെല്ലാം തന്നെ ഈ പപ്പഡ്സ് ചെയ്യൂന്ന് പറയും. ഉടനെ ആണെങ്കിൽ ആ പപ്പഡ്സുകളെ പുറത്തിറക്കുകയാണ്. അവറ്റകളെ അവൻ ഓൺ ചെയ്ത് കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. അവറ്റകളാണെങ്കിൽ ഉഷാറായിട്ട് ഒരു മൗണ്ടെയിനിലുള്ള ഗോൾഡ് അതിനെ സെൻസ് ചെയ്ത് അങ്ങനെ വലിയ വലിയ പാറകൾ പോലും തുരന്ന് ഗോൾഡ് പുറത്തെടുക്കുകയാണ്. ചുറ്റുമുണ്ടായിരുന്നവർക്കെല്ലാം ഭയങ്കര ആകാംക്ഷ. അവർ കണ്ണിമ ചിമ്മാതെ ആ ഒരു കാഴ്ച അങ്ങനെ നോക്കി നിൽക്കും. ഡെങ്കി അവരോട് പറയും, ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കംപ്ലീറ്റ് ആയിട്ടും ഇത് സെറ്റ് ചെയ്തിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഡെങ്കിയാണെങ്കിൽ ഏകദേശം മിനിറ്റുകൾ കൊണ്ട് തന്നെ അതിൻ്റെ ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള വർക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ലോങ് ഷോട്ടിലായിട്ട് 2 പേര് ഈ കാര്യങ്ങളെല്ലാം കണ്ട് എന്തൊക്കെയോ പരസ്പരം സംസാരിക്കാനായിട്ട് തുടങ്ങും. മാത്രമല്ല ചില ചാക്കുകൾ അവരൊരു ഭാഗത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുകയാണ്. അതിനുശേഷം ഇവിടെ എംപ്ലോയീസ് ആണെങ്കിൽ വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് തുരങ്കത്തിന്റെ അകത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം ആ 2 പേരങ്ങനെ ചാടി വന്ന് ചീഫിന്റെ കഴുത്തിൽ കത്തിവെക്കും. പോരുത്, ഞങ്ങൾ 2 പേരും കള്ളന്മാരാണ്. ഞങ്ങൾ ഇവിടേക്ക് വന്ന് നിങ്ങളുടെ ടീമിൽ ചേർന്നത് ഈ ഗോൾഡ് മുഴുവൻ അടിച്ചു മാറ്റാനാണ്. ഇത്രയും നാൾ നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഗോൾഡ് അത് മുഴുവൻ ഞങ്ങൾക്ക് തരണം, ഇല്ല എങ്കിൽ ഇവനെ കൊന്നു കളയുമെന്ന് പറഞ്ഞ് അവര് എല്ലാവരെയും ഭീഷണിപ്പെടുത്തും. ഇവരാണെങ്കിൽ ഗോൾഡ് എല്ലാം കളക്ട് ചെയ്ത് ചീഫിനെ മുൻപിലേക്ക് തള്ളിവിട്ട് ആ എൻട്രൻസ് വഴി പുറത്തേക്ക് ഓടുകയാണ്. നമ്മുടെ ആൾക്കാർ പിന്നാലെ ഓടിയെത്തും. പക്ഷെ അടുത്ത നിമിഷം ആ ഡോറുകളെല്ലാം തന്നെ അടയാണ്. ഉടനെ ചീഫ് പറയും, ഡോറുകളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഷട്ട് ഡൗൺ ആയിരിക്കുകയാണ്. ആരെങ്കിലും ഇവിടുന്ന് ഗോൾഡ് മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ ഇപ്രകാരം സംഭവിക്കും. ഇനി ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് ഡോർ തുറന്നു തരണം. ഇനി ഡോർ തുറക്കണമെങ്കിൽ നാളെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരുടെ ടെൻഷൻ അതങ്ങനെ കൂടി വരും. ഡെങ്കി ആണെങ്കിൽ ആ ഒരു തുരങ്കത്തിന്റെ മാപ്പ് അത് കാര്യമായിട്ട് ചെക്ക് ചെയ്യും. അവർക്ക് പുറത്തേക്ക് കടക്കാനുള്ള എന്തെങ്കിലും ഒരു ഓപ്പണിങ്സ് അത് എവിടെയെങ്കിലും കാണാതിരിക്കില്ല. അതെങ്ങനെയെങ്കിലും ഞാൻ കണ്ടെത്തുമെന്ന് പറഞ്ഞ് അവൻ അത് മുഴുവനായിട്ട് ചെക്ക് ചെയ്ത് ഒരു ഓപ്പണിങ്സ് കണ്ടെത്തുകയാണ്. ഡെങ്കി ആണെങ്കിൽ ഞൊട്ടിയിടയിൽ ആ പപ്പഡ്സുകളെ ഉപയോഗിച്ച് അവിടെ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ ചീഫിനോട് പറയും, നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നഷ്ടപ്പെട്ടു പോയ ഗോൾഡ് അതെല്ലാം തന്നെ ഞങ്ങൾ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് പപ്പടുകൾ ഉപയോഗിച്ച് കള്ളന്മാർ പോയ ആ ഒരു വഴി അത് സെൻസ് ചെയ്ത് അവരുടെ പിന്നാലെ പോവാണ്. അതേസമയം ഇവിടെ കള്ളന്മാരാണെങ്കിൽ ഒരു സ്പീഡ് ബോട്ടിലേക്ക് അവർ കളക്ട് ചെയ്ത ഗോൾഡ് എല്ലാം തന്നെ ഡംപ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഓടിയെത്തും. അടുത്ത നിമിഷം അവർ വാട്ടർ സ്റ്റൈൽ പവർ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യും. ആൾക്കാരാണെങ്കിൽ അത് കണ്ട് 1 സെക്കൻഡ് ഫ്രീസ് ആവും. അവർ നിഞ്ചാസ് ആണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ബാബയാണെങ്കിൽ അവന്റെ എർത്ത് ജിപ്സ് ഉപയോഗിച്ച് ആ വാട്ടർ സ്റ്റൈലിനെ പ്രിവെന്റ് ചെയ്യും. പക്ഷെ എന്താ ആ ഗ്യാപ്പിൽ അവർ രക്ഷപ്പെട്ടു പോവാണ്. ഡെങ്കി ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന പപ്പഡ്സ് അവറ്റകൾ ഉപയോഗിച്ച് ഒരു ഹുക്സ് അങ്ങനെ ആ ഒരു ബോട്ടിന് നേരെ വലിച്ചെറിയും. ഹുക്കാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ബോട്ടിൽ ലോക്കായി അങ്ങനെ പുറകിലേക്ക് വലിക്കുകയാണ്. അത് കണ്ട ഇവാബെ അവന്റെ എർത്ത് ജിപ്സ് ഉപയോഗിച്ച് വലിയൊരു കട്ട ബോട്ടിന് നേർക്കെറിഞ്ഞ് ബോട്ട് തകർക്കുകയാണ്. മെറ്റല്ലി ആണെങ്കിൽ ഓടിപ്പോയി ഇപ്പോൾ അവന്റെ ടൈ ജിപ്സ് ഉപയോഗിച്ച് അവരുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. പിന്നെ അവർ 3 പേരും ചേർന്ന് ആ കള്ളന്മാരെ ലോക്ക് ചെയ്ത് ഗോൾഡ് കറക്റ്റ് ആയിട്ട് ആ ചീഫിന്റെ കയ്യിൽ തിരികെ ഏൽപ്പിക്കും. അല്പസമയം കഴിയുമ്പോൾ ലീഫ് വില്ലേജിൽ നിന്ന് തന്നെ റിസർച്ചേഴ്സ് അവരാണെങ്കിൽ അവിടേക്ക് കടന്നു വരും. ബാബയാണെങ്കിൽ ഡെങ്കിയോട് പറയും, ഡെങ്കി നീ ഒറ്റൊരാള് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ഈ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ഡെങ്കി പറയും, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ആ പപ്പടുകളെ കുറിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്തിരുന്നു. അവരുടെ സഹായത്താലാണ് നമ്മുടെ ഫസ്റ്റ് ബീറാങ് മിഷൻ അത് സക്സസ്ഫുള്ളായി നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.